Okay, then Mr. Ahal. Okay. Thank you. See, നമ്മളിപ്പോൾ സ്റ്റാക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് PA3 is there. PA3 എന്ന് പറയുന്നത് നെക്സ്റ്റ് മന്ത് ആണ്, സെപ്റ്റംബർ മാസത്തിലാണ്. ആൻഡ് ദ പോർഷൻ ഹാപ്പൻസ് ടു ബി ബൈനറി ഫയൽസ് ആൻഡ് CSV ഫയൽസ് അല്ലേ? അപ്പോൾ അത് സമയമുണ്ട് ഡിസ്കസ് ചെയ്യാം. ലെറ്റ് us go through stacks right now. സ്റ്റാക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇഫ് ഐ ആം ഇൻ യുവർ ഷൂസ്, ഞാൻ നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ ആദ്യം ഞാൻ ചിന്തിക്കാൻ പോകുന്നത് ബോർഡ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ സ്റ്റാക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരാൻ. ഫോർ എക്സാമ്പിൾ ഔട്ട് ഗോയിങ് സ്റ്റുഡൻസ് 2025 അവർ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്റ്റാക്കിൻ്റെ എത്ര മാർക്ക് ഉണ്ടായിരുന്നു, ഈ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് വേണ്ടേ? നോട്ട് ഓൺലി ദാറ്റ്, ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, നിങ്ങൾക്കറിയാമായിരിക്കാം 2026 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർസ് ബോർഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. ആ റിലീസ് ചെയ്ത 2026 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്റ്റാക്കിനെ ബേസ് ചെയ്ത് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു, അതേ മോഡലായിരിക്കും പബ്ലിക് എക്സാമിനേഷൻ ഓഫ് 2026 വരാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്തുകൊണ്ട് നമ്മളിത് ശ്രദ്ധിക്കുന്നില്ല? സോ വി ഗോട്ട് 2 things before us to accomplish. First thing is we have to go through previous year board question paper of your seniors which happens to be 2025. And the second thing is നിങ്ങൾക്ക് വേണ്ടി ബോർഡ് അയച്ച സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ. ആദ്യം നമുക്ക് ബോർഡ് അയച്ച സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യങ്ങൾ ഒന്ന് നമുക്ക് നോക്കാം. സാമ്പിൾ, ദെൻ ഓൺലി വിൽ ഗോ ഫോർ ദ പ്രീവിയസ് ഇയർ 2025. സാധാരണ സ്റ്റാക്ക് പ്രോഗ്രാം വരുമ്പോൾ സ്റ്റാക്കിൽ നമ്മളിപ്പോൾ ഫുൾ പ്രോഗ്രാം ചെയ്തു വരുമ്പോൾ, ഫുൾ പ്രോഗ്രാം ചെയ്യുന്നത് നല്ലതാണ്. അവർ ചോദിക്കുന്ന ഫങ്ഷൻസ് മാത്രം ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഫുൾ പ്രോഗ്രാം ഡ്രാഫ്റ്റ് ചെയ്യാം. ഫുൾ പ്രോഗ്രാം ചെയ്യേണ്ടി വന്നാൽ എവിടെ തൊട്ട് തുടങ്ങേണ്ടി വരും? മെയിൻ ബ്ലോക്ക്. മെയിൻ ബ്ലോക്കിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? മെയിൻ ബ്ലോക്കിൽ യൂസറിൽ നിന്ന് ആ സ്റ്റാക്ക് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യണ്ടേ? ആ ഇൻപുട്ട് പലതരത്തിൽ അവർ ചോദിക്കാം. ഉദാഹരണത്തിൽ ഒരു ചോദ്യം പറയട്ടെ, യൂസറിൽ നിന്ന് ഒരു ലിസ്റ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ആണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. സോ ഇൻഫർമേഷൻ പാർട്ട് ഹാപ്പൻസ് ടു ബി ലിസ്റ്റ് ഓഫ് n number of integer values. ആ ലിസ്റ്റ് ഓഫ് n number of integer values ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്ത ശേഷം ആ ലിസ്റ്റിൻ്റെ ഉള്ളിലുള്ള ലാസ്റ്റ് 6 എലിമെൻ്റൽ വാല്യൂസ് ആണ് സ്റ്റാക്കിലേക്ക് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് പുഷ് ചെയ്യുക. അങ്ങനെ ചോദിച്ചാലോ? സാധാരണ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ആ ലിസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഓരോ നമ്പർ ഈവൻ നമ്പർ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഈവൻ നമ്പേഴ്സ് മാത്രമേ സ്റ്റാക്കിലേക്ക് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് പുഷ് ചെയ്യുന്ന പരിപാടി ചെയ്യാറ്. അതുപോലെ തന്നെ പറയണം നിർബന്ധമില്ല. ഇപ്രാവശ്യം സാമ്പിൾ ക്വസ്റ്റ്യൻ, സാമ്പിൾ അല്ല, ഇത് 2025 ചോദ്യമാണ്. ആദ്യം തന്നെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 പ്രീവിയസ് ഇയർ നിങ്ങളുടെ സീനിയേഴ്സ് ആൻസർ ചെയ്യാൻ പറ്റാത്ത ചോദ്യം ഇതാണ്. ലിസ്റ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്ത ശേഷം അതിൻ്റെ ഉള്ളിൽ ലാസ്റ്റ് അവർ പറഞ്ഞു തരും, ചോദ്യത്തിലുണ്ടാവും ലാസ്റ്റ് 5 വാല്യൂസ്, ലാസ്റ്റ് ആ ലിസ്റ്റിൻ്റെ 6 വാല്യൂസ് ഐഡൻറ്റിഫൈ ചെയ്ത് ആ വാല്യൂസ് വൺ എബവ് അനദർ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. പിന്നെ സാധാരണ പോപ്പ് ഫംഗ്ഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്? സ്റ്റാക്കിൻ്റെ ഉള്ളിൽ വാട്ട് എവർ മേ ബി ദ ലെങ്ത് ഓഫ് ദി സ്റ്റാക്ക്, ടോപ്പസ്റ്റ് എലിമെൻറ്റ് തൊട്ട് ബോട്ടം വരെ ഉള്ള എല്ലാ എലിമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? വൺ ആഫ്റ്റർ അനദർ പോപ്പ് ഔട്ട് ചെയ്ത് അവസാനം സ്റ്റാക്ക് എന്താക്കുന്നു? എംപ്റ്റി. പക്ഷേ ചില സമയങ്ങളിൽ അവർ എങ്ങനെ ചോദിക്കും അറിയോ? പോപ്പ് ഫംഗ്ഷൻ്റെ ബോഡി എല്ലാ എലിമെൻറ്റ്സും പോപ്പ് ഔട്ട് ചെയ്യരുത്, നിലവിലുള്ള സ്റ്റാക്കിൻ്റെ ഏറ്റവും ടോപ്പസ്റ്റ് എലിമെൻറ്റ് മാത്രമേ പോപ്പ് ചെയ്താൽ മതി. അതേ ടോപ്പസ്റ്റ് എലിമെൻറ്റ് അങ്ങനെ പോപ്പ് ചെയ്ത് വരുമ്പോൾ അറ്റ് വൺ പോയിന്റ് ആ ഫംഗ്ഷനെ 5 പ്രാവശ്യം വിളിച്ചാൽ ആ ഫംഗ്ഷൻ എന്ത് ചെയ്യും? 5 എലിമെൻറ്റ്സ് ഓരോ വിളിയിൽ ഓരോ എലിമെൻറ്റ് പോപ്പ് ഔട്ട് ചെയ്തു. അങ്ങനെ അവസാനം സ്റ്റാക്ക് എംപ്റ്റി ആയി. വീണ്ടും ഫംഗ്ഷൻ വിളിച്ചു. ഇപ്പോൾ ഫംഗ്ഷൻ സക്സസ് ആകുമോ? സ്റ്റാക്ക് എംപ്റ്റി അല്ലേ? അങ്ങനെയാണെങ്കിൽ മെയിൻ ബ്ലോക്കിലേക്ക് നൺ എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്യേണ്ടി വരും. ഏത് വാല്യൂ റിട്ടേൺ ചെയ്യേണ്ടി വരും? ആക്ച്വലി നൺ എന്താണ്? ഒരു കീവേഡാ. x equal to 20, x variable is integer. x equal to hello string, x is a string variable. x equal to none, n capital. അപ്പോൾ എന്താണ്? x എന്ന് പറയുന്ന വേരിയബിൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു വാല്യൂ നമ്മൾ അസൈൻ ചെയ്തിട്ടില്ല. അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണെന്ന് ഇപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ
ചില സാഹചര്യങ്ങളിൽ വേരിയബിൾ വേണം, പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ഡേറ്റ ടൈപ്പ് പിന്നീട് എനിക്ക് തീരുമാനിക്കാം എന്നതുണ്ടെങ്കിൽ ആ വേരിയബിളിന് ഏത് വാല്യൂ കൊണ്ട് ഇനീഷ്യലൈസ് ചെയ്യണം? നന്ന് കൊണ്ട് ഇനീഷ്യലൈസ് ചെയ്യണം. തൽക്കാലത്തേക്ക് ഈ വേരിയബിളിൻ്റെ ഉള്ളിൽ ഞാൻ അസൈൻ ചെയ്യാൻ പോകുന്ന വാല്യൂ എന്താണെന്ന് എനിക്ക് തന്നെ ക്ലാരിറ്റി ഇല്ല, പക്ഷെ അങ്ങനെ ഒരു വേരിയബിൾ വേണം. അങ്ങനെയാണെങ്കിൽ അതിന് നൺ കൊണ്ട് ഇനീഷ്യലൈസ് ചെയ്തൂടെ? അപ്പോൾ ഇറ്റ് ബിക്കംസ് എ വേരിയബിൾ, ബട്ട് നോ വേരിയബിൾ, നോ ഡേറ്റ ടൈപ്പ് ഹാസ് ബീൻ അസൈൻഡ് ടു ഇറ്റ്. ആർക്കും ബിലോങ് ചെയ്യാത്ത ഒരു വേരിയബിൾ ആണ്. ഇറ്റ് ബിലോങ്സ് ടു നോ ഡേറ്റ ടൈപ്പ് വാല്യൂ. ഇറ്റ്സ് ഓക്കെ. അങ്ങനെയുണ്ട്, നന്ന് റിട്ടേൺ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ചോദ്യം ഒന്ന് നമുക്ക് ആൻസർ ചെയ്യാം. സോ ലെറ്റ് മീ ഗോ ടു മൈ ഐഡൽ. മിസ്സേ, മിസ്സേ, യെസ്, ഞാൻ ക്ലാസ്സിലാണ്, കുറച്ച് കഴിഞ്ഞ് വിളിച്ചാൽ മതിയോ? ഓക്കെ മിസ്. ഓക്കെ, മെയിൻ ബ്ലോക്ക് തൊട്ട് തുടങ്ങാം. മെയിൻ ബ്ലോക്ക് ആക്ച്വലി ഈ പ്രോഗ്രാമിൻ്റെ പേർപ്പസ് എന്താണെന്ന് മനസ്സിലായോ? എന്താണ് ഈ പ്രോഗ്രാമിൻ്റെ പേർപ്പസ്? ഫസ്റ്റ് ഓഫ് ഓൾ, ലിസ്റ്റ് ഓഫ് ഇൻറ്റിജർ വാല്യൂസ്, n നമ്പർ ഓഫ് ഇൻറ്റിജർ വാല്യൂസ് ഉള്ളൊരു ലിസ്റ്റ് ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്യണം. പിന്നെ പുഷ് ഫംഗ്ഷനെ വിളിക്കണം. ഈ ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്ത വേരിയബിൾ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ലിസ്റ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലുള്ള ലാസ്റ്റ് 6 വാല്യൂസ് മാത്രമേ സ്റ്റാക്കിലേക്ക്. ലാസ്റ്റ് 6 വാല്യൂസ് എന്ന് പറയുമ്പോൾ ലാസ്റ്റിൽ നിന്ന് 6th വാല്യൂ വരെയാണോ, 6th വാല്യൂവിൽ നിന്ന് ലാസ്റ്റ് വാല്യൂ വരെയാണോ? 6th വാല്യൂവിൽ നിന്ന് ലാസ്റ്റ് വാല്യൂ വരെ. മനസ്സിലായോ? ഹാവ് യു അണ്ടർസ്റ്റുഡ്? ഓക്കെ. അങ്ങനെ എലിമെൻറ്റ് ബൈ എലിമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റാക്കിലേക്ക് വൺ എബവ് അനദർ പുഷ് ചെയ്യേണ്ടി വരും. ദെൻ വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് പോപ്പ് ഫംഗ്ഷൻ? ഓരോ പ്രാവശ്യം പോപ്പ് ഫംഗ്ഷൻ വിളിക്കുമ്പോൾ അത് ഒരു എലിമെൻറ്റ് മാത്രമേ, ടോപ്പസ്റ്റ് എലിമെൻ്റൽ വാല്യൂ മാത്രമേ പോപ്പ് ഔട്ട് ചെയ്യാൻ പാടുള്ളൂ. ഒപ്പം ലാസ്റ്റ് ഇയർ ഈ സ്റ്റാക്ക് ചോദ്യത്തിൽ 3ാമത്തെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരെന്താ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഡിസ്പ്ലേ ഫംഗ്ഷൻ. ഈ ഡിസ്പ്ലേ എന്ത് ചെയ്യണം? സ്റ്റാക്കിൻ്റെ ഉള്ളിലുള്ള ടോപ്പസ്റ്റ് എലിമെൻറ്റ് തൊട്ട് ബോട്ടം എലിമെൻറ്റ് വരെ ലൂപ്പ് ഉപയോഗിച്ച് ട്രാവൽ ചെയ്തുകൊണ്ട് ആ എലിമെൻറ്റ്സ് ഔട്ട്പുട്ടായിട്ട് കാണിച്ചാൽ മതി, ഡിലീറ്റ് ചെയ്യരുത്. അങ്ങനെ ഡിസ്പ്ലേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ പുഷ് ഫംഗ്ഷനെ വിളിക്കുമ്പോൾ എത്ര ആർഗ്യുമെന്റ്സ് അയക്കണം? 2 ആർഗ്യുമെന്റ്സ്. ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്താണ്? ലിസ്റ്റ്. സെക്കൻഡ് ആർഗ്യുമെന്റ് എന്താണ്? സ്റ്റാക്ക് ആയിട്ട് ആക്ട് ചെയ്യുന്ന വേരിയബിൾ. പോപ്പ് ഫംഗ്ഷനെ വിളിക്കുമ്പോൾ ആർഗ്യുമെന്റ് എന്താണ്? സ്റ്റാക്ക് വേരിയബിൾ. അതിൽ നിന്നാണല്ലോ പോപ്പ് ഔട്ട് ചെയ്യേണ്ടത്. ഡിസ്പ്ലേ ഫംഗ്ഷനെ വിളിക്കുമ്പോൾ സ്റ്റാക്ക് വേരിയബിൾ തന്നെയാണ് ആർഗ്യുമെന്റ് ആയിട്ട് അയക്കേണ്ടത്. ഹാവ് യു അണ്ടർസ്റ്റുഡ്? ഇത്ര കാര്യങ്ങളാണ് ആ ചോദ്യക്കടലാസിൽ ഉണ്ടായിരുന്നത്. 3-4 മാർക്കിൻ്റെ 2025 വന്ന ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ക്യാൻ വി സ്റ്റാർട്ട് ആൻസറിങ് ഇറ്റ്? ഓക്കെ, മെയിൻ ബ്ലോക്ക് തുടങ്ങി ഞാൻ. മെയിൻ ബ്ലോക്കിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണ്? L = ഡു യു റിമെമ്പർ ഇവാൽ ഫംഗ്ഷൻ? ഒന്നെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഡൈനാമിക് ടപ്പിൾ ഓഫ് വാല്യൂസോ ഡൈനാമിക് ലിസ്റ്റ് ഓഫ് n നമ്പർ ഓഫ് വാല്യൂസോ യൂസറിൽ നിന്ന് ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്ത് L വേരിയബിളിലേക്ക് അസൈൻ ചെയ്യണമെങ്കിൽ ഏത് ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്? ഇവാൽ. അതിൻ്റെ ഉള്ളിൽ ഇൻപുട്ട് ഫംഗ്ഷൻ. ആൻഡ് വാട്ട് ഷുഡ് ബി ദ പ്രോംപ്റ്റ്? എൻറ്റർ ലിസ്റ്റ് ഓഫ് വാല്യൂസ്. ആക്സെപ്റ്റ് ചെയ്തു. ഇനി അടുത്തെന്താടാ? നമുക്ക് സ്റ്റാക്കായിട്ട് ആക്ട് ചെയ്യാൻ ഒരു വേരിയബിൾ വേണ്ടേ? കഴിഞ്ഞ കൊല്ലം ചോദ്യത്തിൽ ആ സ്റ്റാക്ക് വേരിയബിളിൻ്റെ പേരടക്കം അവർ പറഞ്ഞിരുന്നു. അതിൻ്റെ പേര് മൈ സ്റ്റാക്ക് എന്നായിരിക്കണം. സെയിം വേരിയബിൾ നെയിമാണ് നമ്മൾ ഇവിടെയും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. മൈ സ്റ്റാക്ക് എന്ന് പറയുന്ന വേരിയബിളിനെ ഞാൻ എംപ്റ്റി ലിസ്റ്റ് കൊണ്ട് ഇനീഷ്യലൈസ് ചെയ്തു. ഈ 2 ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പുഷ് ഫംഗ്ഷനെ വിളിക്കുമ്പോൾ L, my stack. ഹാവ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് ദ മീനിങ്? ഹൗ മെനി ആർഗ്യുമെന്റ്സ് ഐ ഹാവ് പാസ്ഡ്? What is the nature of those 2 arguments? ലിസ്റ്റ് അല്ലേ? ലിസ്റ്റ് ആണെങ്കിൽ കൈമാറുന്നത് വേരിയബിൾ തന്നെയല്ലേ, വേരിയബിളിൻ്റെ വാല്യൂസ് അല്ലല്ലോ. ബിക്കോസ് ഇറ്റ്സ് എ മ്യൂട്ടബിൾ ഡേറ്റ ടൈപ്പ്. ഹാവ് യു അണ്ടർസ്റ്റുഡ്? ഇനി അത് കഴിഞ്ഞിട്ട് പോപ്പ് ഫംഗ്ഷൻ വിളിക്കുന്നു. ഈ പോപ്പ് ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ആർഗ്യുമെന്റ് എന്താണ്? മൈ സ്റ്റാക്ക് ആണ്. നെക്സ്റ്റ് ഏത് ഫംഗ്ഷൻ വിളിക്കണം? ഡിസ്പ്ലേ ഫംഗ്ഷൻ വിളിക്കുന്നു. അതിനെയും ആർഗ്യുമെന്റ് ആയിട്ട് അയക്കേണ്ടത് മൈ സ്റ്റാക്ക്. ബൈ ദിസ് ടൈം മൈ മെയിൻ ബ്ലോക്ക് ഈസ് ഫിനിഷ്ഡ്. പക്ഷേ നിങ്ങൾക്ക് ഇതുവരെ കത്താത്തൊരു കാര്യം പറയട്ടെ. പോപ്പ് ഫംഗ്ഷനിൽ സ്റ്റാക്ക് എംപ്റ്റി ആണെങ്കിൽ ഒരു മെസ്സേജ് കാണിക്കണം. സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്ന് കാണിച്ച് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നില്ലേ? നന്നല്ലേ? ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നമ്മൾ മെയിൻ ബ്ലോക്കിൽ ലെഫ്റ്റ് സൈഡിൽ ആ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ അത് അയക്കുന്ന റിട്ടേൺ ചെയ്യുന്ന വാല്യൂ മെയിൻ ബ്ലോക്കിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു വേരിയബിളിൽ ക്യാപ്ചർ ചെയ്യണ്ടേ? അതെന്താണ് ആ സ്റ്റേറ്റ്മെന്റ് മിസ്സായി പോയി?
എവിടെയാണ് ആ മോഡിഫിക്കേഷൻ നടത്തേണ്ടത്? പറ. എക്സ് ഈക്വൽ ടു, ഹാവ് യു അണ്ടർസ്റ്റുഡ് ദിസ്? റൈറ്റ് സൈഡ് എന്താണ്? പോപ്പ് ഫംഗ്ഷൻ വിളിക്കുന്നു. അതിനെന്താ ആർഗ്യുമെന്റ് ആയിട്ട് അയക്കുന്നത്? സ്റ്റാക്ക് വേരിയബിൾ ആർഗ്യുമെന്റ് ആയിട്ട് അയക്കുന്നു. ടോപ്പസ്റ്റ് എലിമെന്റ് പോപ്പ് ഔട്ട് ചെയ്തു. അങ്ങനെ 4-5 പ്രാവശ്യം വിളിച്ചു. 4 എലിമെന്റ്സ് പോപ്പ് ഔട്ട് ആയി. അടുത്ത് വീണ്ടും പോപ്പിന് വിളിച്ചു. ഇപ്പോൾ സ്റ്റാക്ക് എം ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്? നൺ. ഒരു മെസ്സേജ് കാണിക്കണം, ഒരു വാല്യൂ റിട്ടേൺ ചെയ്യണം. എന്താണ് ആ വാല്യൂ? നൺ അല്ലേ? അത് ഏത് വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു? എക്സ് വേരിയബിൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യും ഇവിടെ? ഇഫ് എക്സ് ഈക്വൽ ടു പറയടാ നന്നാണെങ്കിൽ വാട്ട് ഷുഡ് ബി ദ മെസ്സേജ്? സ്റ്റാക്ക് അണ്ടർഫ്ലോ. ആം ഐ റൈറ്റ്? അല്ലേ? സാധാരണ സ്റ്റാക്ക് എം ടി ആണെങ്കിൽ അപ്പോൾ തന്നെ കൈയോടെ ആ ഫംഗ്ഷന്റെ ഉള്ളിൽ വൈലിന്റെ എൽസിൽ നമ്മൾ എന്ത് മെസ്സേജ് കാണിക്കുമായിരുന്നു? സ്റ്റാക്ക് ഈസ് എം ടി എന്ന് കാണിക്കാമായിരുന്നു. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അവിടെ കാണിക്കാതെ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. മെയിൻ ബ്ലോക്കിൽ അതൊരു വേരിയബിളിലേക്ക് ക്യാപ്ചർ ചെയ്യുന്നു. അവിടെ ചെക്ക് ചെയ്യുന്നു. എക്സിന്റെ ഉള്ളിൽ നന്നാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? സ്റ്റാക്ക് അണ്ടർഫ്ലോ. കണ്ടു? ഓരോ പ്രോഗ്രാം ഓരോ ടൈപ്പിൽ നമുക്ക് ലോജിക് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. നൗ 2 more functions, 3 more functions body I have to define above main block. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? def പറ push capital N comma same variable name my stack. Have you understood this? മെയിൻ ബ്ലോക്കിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന വേരിയബിൾ ഇത് എൽ അല്ലേ? എൽ എന്ന് പറയുന്ന അതേ വേരിയബിളിന് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എൻ എന്ന് വിളിക്കുന്നു. ഫോർമൽ പാരാമീറ്റർ. ബിക്കോസ് ലിസ്റ്റ് ഈസ് എ മ്യൂട്ടബിൾ ഡേറ്റ ടൈപ്പ്. മ്യൂട്ടബിൾ ആണെങ്കിൽ വേരിയബിൾ തന്നെ, വാല്യൂസ് അല്ല. ഇനി അതിന്റെ ബോഡി എന്താണ്? ആ എൻ എന്ന് പറയുന്ന ലിസ്റ്റിന്റെ ഉള്ളിലുള്ള ലാസ്റ്റ് 5 എലിമെന്റ്സ് ആണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. ചിലപ്പം 5 എലിമെന്റ്സ് ആകാം, 6 എലിമെന്റ്സ് ആകാം. അതെങ്ങനെ? ആർക്കെങ്കിലും അറിയോ? ഫോർ ഐ ഇൻ n square bracket -5 colon empty there is no end index. -5 ഇൻഡെക്സ് തൊട്ട് n എന്ന് പറയുമ്പോൾ ലിസ്റ്റാണ്. ആ ലിസ്റ്റിന്റെ ഉള്ളിൽ n എന്ന് പറയുന്ന ലിസ്റ്റിന്റെ സ്റ്റാർട്ട് ഇൻഡെക്സ് എത്രയാ? -5 ഇൻഡെക്സ് തൊട്ട് n ഇൻഡെക്സ് ഒന്നില്ല, ലാസ്റ്റ് എലിമെന്റ് വരെ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് -5? ലാസ്റ്റിൽ നിന്ന് 5th എലിമെന്റ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് -10? ലാസ്റ്റിൽ നിന്ന് 10th എലിമെന്റ്. ലാസ്റ്റിൽ നിന്ന് 5th എലിമെന്റ് തൊട്ട് ലാസ്റ്റ് എലിമെന്റ്. ഓരോ ഇറ്ററേഷനിൽ ഫോർ ലൂപ്പിന്റെ കൗണ്ടർ വേരിയബിൾ അതിലേക്ക് എത്തില്ലേ? അതല്ലേ നമ്മൾ സ്റ്റാക്കിലേക്ക് അപ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ബോഡി എന്താണ്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി സ്റ്റാക്ക് വേരിയബിൾ? മൈ സ്റ്റാക്ക് ഡോട്ട് അപ്പെൻഡ് ഓഫ്. കഴിഞ്ഞു. പുഷ് ഫംഗ്ഷൻ ഈസ് ഡൺ. ദെൻ പോപ്പ് ഫംഗ്ഷൻ, അതിന് ആർഗ്യുമെന്റ് എന്താണ്? മൈ സ്റ്റാക്ക്. എടാ പോപ്പ് ഫംഗ്ഷൻ വിളിക്കുമ്പോൾ എല്ലാ എലിമെന്റ്സും പോപ്പ് ഔട്ട് ചെയ്യരുത്. ടോപ്പ് ടു ബോട്ടം, ടോപ്പസ്റ്റ്. ഓരോ വിളിയിൽ ആ എക്സിസ്റ്റിംഗ് കറന്റ് സ്റ്റാക്കിന്റെ ടോപ്പസ്റ്റ് എലിമെന്റൽ വാല്യൂ മാത്രമേ പോപ്പ് ഔട്ട് ചെയ്യാൻ പാടുള്ളൂ. അതെങ്ങനെയാണ്? ഇഫ് മൈ സ്റ്റാക്ക്. കൻ യു ഗെസ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇഫ് മൈ സ്റ്റാക്ക്? എടാ വൈൽ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഇവിടെ ഇഫ് സ്റ്റാക്ക് എന്ന് പറഞ്ഞല്ലേ? എന്താണ് മൈ സ്റ്റാക്ക് എന്ന് പറയുന്ന ലിസ്റ്റ് വേരിയബിളിന്റെ ലെങ്ത് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ പോപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ തന്നെ പോപ്പ് ചെയ്യുന്നത് കൈയോടെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി പ്രിന്റിന്റെ ഉള്ളിൽ മൈ സ്റ്റാക്ക് ഡോട്ട് പോപ്പ് ഫംഗ്ഷൻ വിളിക്കും. എൽസ് എന്താടാ? എൽസ് റിട്ടേൺ പറ. ഹാവ് യു അണ്ടർസ്റ്റുഡ് ദിസ് മീനിങ്? പക്ഷേ ഈ പോപ്പ് ഫംഗ്ഷൻ എത്ര വട്ടം എക്സിക്യൂട്ട് ആവും ഈ പ്രോഗ്രാമിൽ? ഒരു വട്ടമല്ലേ? ഞാൻ ലൂപ്പിലല്ലല്ലോ ഈ ഫംഗ്ഷൻസ് വിളിക്കുന്നത്. ലൂപ്പിൽ വിളിച്ചുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം പോപ്പ് വിളിക്കുമ്പോൾ ഓരോ എലിമെന്റ് ഓഫ് ദി സ്റ്റാക്ക് പോപ്പ് ഔട്ട് ആയേനെ. കഴിഞ്ഞു. ഇങ്ങനെ നീ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഇയർ 3-4 മാർക്ക് നിന്റെ സ്വന്തമായേനെ. ഹൗ മെനി ഓഫ് യു അണ്ടർസ്റ്റുഡ് ദിസ് ക്വസ്റ്റ്യൻ? ഓക്കെ, അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല. ബിക്കോസ് by this time we should be thorough in the concepts. ഡിസ്പ്ലേ ഫംഗ്ഷൻ അല്ലേ? സോറി, ലാസ്റ്റ് ഡിസ്പ്ലേ ഫംഗ്ഷൻ ഉണ്ടല്ലോ. താങ്ക് യുടാ. അതിന്റെ ബോഡി ഡിഫൈൻ ചെയ്യണ്ടേ? ഡിസ്പ്ലേ ഫംഗ്ഷനെ വിളിക്കുമ്പോൾ ആർഗ്യുമെന്റ് എന്താണ്? സ്റ്റാക്ക് വേരിയബിൾ അല്ലേ? ഇവിടെയും അതിന്റെ പേര് സെയിം നെയിം കൊടുക്കാം അല്ലേ? ബിക്കോസ് വി ആർ ഹാൻഡ്ലിംഗ് ദ സെയിം വേരിയബിൾ. സെയിം നെയിം കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസിന്റെ കോൺസെപ്റ്റിലേക്ക് പോകുന്നില്ല. തൽക്കാലത്തേക്ക് ഇത് മതി. ഇറ്റ്സ് ഓക്കെ. വാട്ട് ഷുഡ് ബി ദ ബോഡി? ഓർമ്മയില്ലേ? ആ സ്റ്റാക്കിന്റെ കറന്റ് സ്റ്റാറ്റസ് ഡിസ്പ്ലേ കാണിക്കണ്ടേ? ടോപ്പസ്റ്റ് എലിമെന്റ് തൊട്ട് ബോട്ടം എലിമെന്റ് വരെ. അയ്യോടാ, വൈൽ മൈ സ്റ്റാക്ക് അല്ലേ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് വൈൽ മൈ സ്റ്റാക്ക്? ലെങ്ത് ഓഫ് ദി സ്റ്റാക്ക് ഈസ് നോട്ട് ഈക്വൽ ടു 0. എന്താണ്? പ്രിന്റ് അല്ലേ? പോപ്പ് ചെയ്യരുത്. പ്രിന്റ്
എങ്ങനെയാ? ഇത് പറ്റില്ലല്ലോ. ഇൻഡെക്സ് ഉപയോഗിച്ചല്ലേ ചെയ്യേണ്ടത് അല്ലേ? വൈൽ മൈ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി സ്റ്റാക്ക് ഈസ് നോട്ട് ഈക്വൽ ടു 0. എങ്ങനെ ഡിസ്പ്ലേ കാണിക്കും? ഇൻഡെക്സ് ഇല്ലാതെ നമുക്ക് ആ എലിമെൻറ്റും റെക്കഗ്നൈസ് ചെയ്യാൻ ഇവിടെ പാടല്ലേ? ഒരു കാര്യം ചെയ്യാം. എടാ വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോടാ? എന്താണ് നിങ്ങൾ പറയുന്നത്? ഐ എന്ന് പറയുന്ന വേരിയബിളിനെ ലെങ്ത് ഓഫ് പറ മൈ സ്റ്റാക്ക് -1 കൊണ്ട് ഇനീഷ്യലൈസ് ചെയ്യണ്ടേ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലെങ്ത് ഓഫ് മൈ സ്റ്റാക്ക്? ആ സ്റ്റാക്കിൻ്റെ കറണ്ട് ഹൗ മെനി എലിമെൻറ്റ്സ് ഹാവ് ബീൻ പുഷ്ഡ് ഇൻ? 5 എലിമെൻറ്റ്സ് ആണെങ്കിൽ 5. 5 - 1 എത്രയാ? 4. അപ്പോൾ ഐ വേരിയബിൾ എത്രയ്ക്ക് ഇനീഷ്യലൈസ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പോയിന്റിങ് ടു ദ ഇൻഡെക്സ് ഓഫ് ദി ടോപ്പസ്റ്റ് അല്ലേ? ആണോ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും നമ്മൾ? പ്രിന്റ് പറ മൈ സ്റ്റാക്ക് ഓഫ് ഐ അല്ലേ? വാട്ട് ഷുഡ് ബി ദ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ? I - 1. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് I - 1? അങ്ങനെയാണെങ്കിൽ ഇവിടെ വൈൽ ലൂപ്പിന്റെ കണ്ടീഷൻ കൂടി മാറ്റാൻ നമുക്ക് വേണമെങ്കിൽ എന്താക്കാം കണ്ടീഷന്? I > 0 വരെ. ഓർമ്മയുണ്ടോ? അങ്ങനെ കൊടുത്തൂടെ? ബിക്കോസ് I ഈസ് ഹാൻഡ്ലിംഗ് ദ ഇൻഡെക്സ് വാല്യൂ. തുടക്കത്തിൽ അതിനെത്ര ഇനീഷ്യലൈസ് ചെയ്തു? സ്റ്റാക്കിന്റെ ഏറ്റവും ടോപ്പസ്റ്റ് ഇൻഡെക്സ് കൊണ്ട് ഇനീഷ്യലൈസ് ചെയ്തു അല്ലേ? അത് കാണിച്ചു. I ഒന്നുകൂടി കുറച്ചു. Now it is pointing to the index of the element below it. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ കുറച്ച് I എവിടെ വരെ എത്തും? 0 എന്ന് പറയുമ്പോൾ ആ സ്റ്റാക്കിന്റെ ഉള്ളിലുള്ള ഏറ്റവും ബോട്ടം എലിമെന്റിന്റെ ഇൻഡെക്സ് 0 അല്ലേ? എന്തോ ഒരു രീതികളിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ അറിയോ? If you got the logic. Now let me execute the program. I don't know how the output will look like. So I'll say okay for this. Let me save the file as stack6.py because many of the files I have saved by the stack name. Enter list of values. Do you know how to enter dynamic list of values? Including eval function ആണെങ്കിൽ including square brackets അല്ലേ? പോപ്പിന് വിളിച്ചപ്പോൾ ഏറ്റവും ടോപ്പസ്റ്റ് എന്തായിരുന്നു? ലാസ്റ്റ് 5 എലിമെന്റ്സ് അല്ലേ? ഏറ്റവും ടോപ്പസ്റ്റ് എന്തായിരുന്നു? 11 അല്ലേ? ഒരു വട്ടം പോപ്പിന് വിളിച്ചത് കൊണ്ട് 11 ഹാസ് ബീൻ ഡിസ്പ്ലേഡ് ഓൺലി വൺസ് അല്ലേ? ആണോ? പിന്നെ എന്താടാ സ്റ്റാക്ക് അണ്ടർഫ്ലോ വരാൻ കാരണം? എന്തുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആയി? അത് പോട്ടെ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡിസ്പ്ലേനെ വിളിച്ചു. ഡിസ്പ്ലേനെ വിളിക്കുന്നത് മുമ്പ് നമ്മൾ പോപ്പിന് വിളിച്ചു എന്ന് പറയുമ്പോൾ ടോപ്പസ്റ്റ് എലിമെന്റ് 11 ഡിലീറ്റ് ആയി പോയി. ഇനി എക്സിസ്റ്റിംഗ് എലിമെന്റ്സ് എന്താ ആയിരിക്കും? ടോപ്പ് ടു ബോട്ടം 10 തൊട്ട് 7 വരെയല്ലേ? അത് പോപ്പ് ഔട്ട് ചെയ്തു. പക്ഷേ എൻ്റെ അടുത്ത ചോദ്യം, ഈ സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്ന് പറയുന്ന മെസ്സേജ് എങ്ങനെ വന്നു? കോഡ് നോക്ക്. പറ എന്താടാ? എടാ ഇവിടെ പോപ്പിന് വിളിച്ചപ്പോൾ പോപ്പ് എന്തെങ്കിലും റിട്ടേൺ ചെയ്തോ? ഫസ്റ്റ് ടൈം 11 അല്ലേ? അപ്പോൾ അതിൻ്റെ പറ എൽസ് എക്സിക്യൂട്ട് ആയില്ല അല്ലേ? ഒന്നും റിട്ടേൺ ചെയ്തില്ല. ഒന്നും റിട്ടേൺ ചെയ്തില്ലെങ്കിൽ ആ വേരിയബിളിൽ ബൈ ഡിഫോൾട്ട് എന്തുണ്ടാവും? നന്നുണ്ടാവും. മനസ്സിലായില്ലേ? അവിടെ പോപ്പ് ഫംഗ്ഷൻ എന്തോ പോപ്പ് ചെയ്തു. ഇഫ് കണ്ടീഷൻ സക്സസ് ആയി പോപ്പ് ചെയ്തു. അതിൻ്റെ കറസ്പോണ്ടിങ് എൽസ് എക്സിക്യൂട്ട് ആയോ? അപ്പോൾ ഒന്നും റിട്ടേൺ ആയില്ല അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ പറയാമായിരുന്നു, ഓരോ പ്രാവശ്യം പോപ്പ് ചെയ്ത ശേഷം റിട്ടേൺ, ചുമ്മാ ഒന്നും ചെയ്യണ്ട, റിട്ടേൺ ചുമ്മാ എം ടി ആണെങ്കിൽ വീണ്ടും നന്നാവുമോ? എടാ വെറും റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് മാത്രം മെൻഷൻ ചെയ്താലോ? കൂട്ടത്തിൽ 0 വേണ്ട, 1 വേണ്ട, 2 വേണ്ട, ഒന്നും ചെയ്യുന്നില്ല, വെറുതെ റിട്ടേൺ അടിച്ചു. ഇപ്പോൾ ഒന്നുകൂടി ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ലെറ്റ് മീ റൺ ദ പ്രോഗ്രാം വൺസ് അഗെയിൻ. വാട്ട് ഹാപ്പൻസ് വിൽ സി. എൻ്റർ ലിസ്റ്റ് ഓഫ് വാല്യൂസ്. ഇറ്റ്സ് ഓക്കെ. സ്ക്വയർ ബ്രാക്കറ്റിൽ വൺസ് അഗെയിൻ ഐ എം എൻറ്ററിങ് ലിസ്റ്റ് ഓഫ് വാല്യൂസ്. മതി, 8 എലിമെൻറ്റ്സ് മതി. ദെൻ കണ്ടോ സ്റ്റാക്ക് അണ്ടർഫ്ലോ വീണ്ടും വന്നു. വെറും റിട്ടേൺ ആണെങ്കിലും നന്ന് തന്നെ അല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ അറിവനുസരിച്ച് അവിടെ 0 റിട്ടേൺ ചെയ്തൂടെ? 0 നെവർ ഹാംസ് എനിബഡി. അപ്പോൾ എക്സിൽ എന്ത് റിട്ടേൺ ചെയ്യും? ഓരോ പ്രാവശ്യം പോപ്പ് ആവുമ്പോൾ സക്സസ്ഫുള്ളി എക്സിലേക്ക് എന്തെത്തും? 0 എത്തും. അതുകൊണ്ട് നമുക്കിവിടെ നഷ്ടമില്ലല്ലോ.
അപ്പോൾ സ്റ്റാക്ക് അണ്ടർഫ്ലോ മെസ്സേജിന് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. am I right? ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കട്ടെ. Enter list of values. Let me maximize this window. After maximizing, ഇതാ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 1 2 3 4 5 6 7 എലിമെന്റ്സ് ഉള്ള ഇതാണ്. കണ്ടോടാ? Have you understood? How many of you understood the program? ഇനി അടുത്തെന്താടാ? How many of you understood this question? Okay. സർ, ഈ സത്യത്തിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണോ? ലാസ്റ്റ് ഇയർ സാറ് പറയുന്നുണ്ടല്ലോ വന്നോ എന്ന് ചോദിച്ചാൽ ഓക്കെ ദെൻ ഐ വിൽ ഡു വൺ തിങ്. CBSE നെറ്റിലല്ലോ, നോ പ്രോബ്ലം. CBSE പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഓക്കെ, ആ ലിങ്ക് വന്നു. CBSEയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് 2025 അല്ലേ ഇപ്പോൾ വേണ്ടത്. ഒന്ന് നമുക്ക് തുറക്കാം. ആ ലിങ്ക് തുറന്ന് ദെൻ വെൻ ദിസ് വിൻഡോ ഗെറ്റ്സ് ഓപ്പൺ, question papers for examination 2025 previous year and class 12, and at the bottom if I browse through there is computer science option, computer science, and you can download this. Okay then, kandoda njan ready aaki vechittundu. Same program, same idu previous year question paper ata. Okay, write the following user defined functions in Python. Push trail with 2 arguments. Have you understood that? What is the first argument? List alle, list of values. Adine user defined function formal parameter inde perana n. What is the second argument? Your stack variable. Am I right? ഇങ്ങനെ ഫോർ എക്സാമ്പിൾ he is giving you some set of values. ഇങ്ങനെ 7 വാല്യൂസ് ഉള്ളൊരു ലിസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് 5 എലിമെന്റ്സ് ആണ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യേണ്ടത്. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? സെയിം പ്രോഗ്രാം. പോപ്പ് അല്ലേ? പോപ്പ് 1. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പോപ്പ് 1? ഓരോ വിളിക്ക് ഓരോ ടോപ്പസ്റ്റ് എലിമെന്റൽ വാല്യൂ മാത്രമേ പോപ്പ് ഔട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇഫ് ദ സ്റ്റാക്ക് ഈസ് okay, it is here underflow and return none. That's what I said to you. And the third function is display all and should display the message stack is. അപ്പോൾ വൈൽ ലൂപ്പിന്റെ ഏത് ലൂപ്പ് ഉപയോഗിച്ചത്? വൈൽ ലൂപ്പ് അല്ലേ? വൈൽ ലൂപ്പിന്റെ കണക്റ്റഡ് എൽസിൽ the message should be stack is empty. How beautifully we did this. This is your previous year. എത്ര മാർക്കിന്റെ ചോദ്യം നോക്കൂ. I don't know for how many marks. I have to see and say to you, maybe it will down. Wherever stack program choice ആണ്. They have given 2 stack programs in the last year and any one of them you can solve. എടാ ഈ പ്രോഗ്രാം നോക്ക്. A stack name, what is the name of the stack? Clear stack. Contains records of same color. ഇത് വിട്ടേക്ക്. Each record is represented as a tuple. ഓരോ റെക്കോർഡ് എന്താണ്? ഒരു ടപ്പിൾ ആണ്. The tuple has to contain how many elements? 4 elements. What should be the first element? For example, yellow, color name. Second element, red, blue, green, their ratios. Red in the ratio to 237 pixels, something like that. It's okay. Green in the 250 and blue in the 68 pixels എടുത്ത് മിക്സ് ചെയ്താൽ നമുക്ക് പുതിയൊരു കളർ കിട്ടും. ആ കളറാണ് yellow. Yellow in the combination ആട്ടാ. Actually all the other colors are generated based upon 3 primary colors. What are those 3 primary colors? Red, green, blue. അതിന്റെ കോമ്പോസിഷൻ എടുത്ത് മിക്സ് ചെയ്യുമ്പോൾ യെല്ലോ വരും. അതിന്റെ കോമ്പോസിഷൻ ആണ് അവർ തന്നിരിക്കുന്നത്. സോ ഓരോ റെക്കോർഡിൽ എത്ര എലിമെന്റ്സ് ഉണ്ടാവണം? 4. വാട്ട് ഷുഡ് ബി ദ? ഇറ്റ് ഈസ് ഇൻ ടപ്പിൾ ഫോർമാറ്റ്. ഫസ്റ്റ് എലിമെന്റ് ഷുഡ് ബി ദ കളർ നെയിം. നെക്സ്റ്റ് 3 എലിമെന്റ് ഷുഡ് ബി ദ റേഷ്യോസ്. ഇറ്റ്സ് ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഓക്കെ ദെൻ write the following user defined functions. Push clear stack new color. Clear alla, sorry, color stack new color. What is color stack? It's our stack variable. What is the second argument? New color. It's a new tuple. It's a new tuple with how many elements? 4 elements. This function takes the stack color stack
and a new record. What is the name of the new record? New color as arguments and pushes this new record onto the stack. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് പോപ്പ് ആസ് യൂഷ്വൽ പോപ്പ് ചെയ്യണം. ഇഫ് ദ സ്റ്റാക്ക് ഈസ് ഓൾറെഡി എംപ്റ്റി, സി പോപ്സ് ദ ടോപ്പ് മോസ്റ്റ് റെക്കോർഡ്. ടോപ്പ് മോസ്റ്റ് മാത്രമേ പോപ്പ് ചെയ്യാൻ പാടുള്ളൂ. എല്ലാ എലിമെന്റ്സ് ഓഫ് ദി സ്റ്റാക്ക്, എല്ലാ റെക്കോർഡ്സ് ഓഫ് ദി സ്റ്റാക്ക് പോപ്പ് ചെയ്യരുത്. ഓരോ വിളിക്ക് ഓരോ ടോപ്പസ്റ്റ് എലിമെന്റ് മാത്രമേ പോപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഈസ് എംപ്റ്റി. വാട്ട് ഈസ് ദിസ് ഫംഗ്ഷൻ ഈസ് എംപ്റ്റി? ദിസ് ഫംഗ്ഷൻ ചെക്സ് വെദർ ദ സ്റ്റാക്ക് ഈസ്, അതെങ്ങനെ മനസ്സിലാക്കും? ഇഫ് ലെങ്ത് ഓഫ് ദി സ്റ്റാക്ക് ഈക്വൽ ടു 0, പ്രിന്റ് സ്റ്റാക്ക് ഈസ് എംപ്റ്റി. അല്ലേ? ഇഫ് സ്റ്റാക്ക് ഈസ് എംപ്റ്റി, ദ ഫംഗ്ഷൻ ഷുഡ് റിട്ടേൺ ട്രൂ. അതർവൈസ് ദ ഫംഗ്ഷൻ ഷുഡ് റിട്ടേൺ false. ഹൗ ടു ആൻസർ ദിസ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെ ഈ പ്രോഗ്രാം ഫ്രെയിം ചെയ്യും? മെയിൻ ബ്ലോക്കിൽ എങ്ങനെ തുടങ്ങി വെക്കും? മെയിൻ ബ്ലോക്കിൽ ഒരു റെക്കോർഡ് ജനറേറ്റ് ചെയ്യണം ടപ്പിൾ ഫോർമാറ്റിൽ, അല്ലേ? യൂസറിൽ നിന്ന് ഒരു റെക്കോർഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി എത്ര എലിമെന്റൽ വാല്യൂസ് വേണം? 4 ഇൻപുട്ട് വാല്യൂസ് 4 വേരിയബിൾസിലേക്ക് എത്തിച്ച് അതിൽ നിന്നൊരു ടപ്പിൾ റെക്കോർഡ് ഉണ്ടാക്കി ഈ ടപ്പിൾ റെക്കോർഡാണ് പുഷ് ഫംഗ്ഷന്റെ കൈമാറേണ്ടത്. ഹാവ് യു അണ്ടർസ്റ്റാൻഡ്? കംപ്ലീറ്റ്ലി ലോജിക് ഓഫ് ദി പ്രോഗ്രാം ഈസ് ചേഞ്ച്ഡ്. It's okay. Now let me go for doing the program. Let me minimize this window. After minimizing, let me open a new file. It's okay. Now inside the main block, ആരെങ്കിലും സഹായിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു. മെയിൻ ബ്ലോക്കിന്റെ ഉള്ളിൽ ആദ്യം എന്താണ് സ്റ്റാക്ക് ആയിട്ട് ആക്ട് ചെയ്യേണ്ടത്? അതിന്റെ പേരെന്താണ്? ഞാൻ മറന്നുപോയി. ഇതാണോ? ഈക്വൽ ടു empty square brackets. Then after that, യൂസർക്ക് ഒരു മെസ്സേജ് കാണിക്കണ്ടേ? എന്താണ് മെസ്സേജ്? CL വേരിയബിൾ ഈക്വൽ ടു ഇൻപുട്ട് എൻറ്റർ കളർ നെയിം, അല്ലേ? കളർ നെയിം ആക്സെപ്റ്റ് ചെയ്തു. റെഡ് ഫാക്ടർ, അല്ലേ? അതെന്താണ്? ഇറ്റ്സ് എൻ ഇൻറ്റിജർ വാല്യൂ. സോ ഇൻ ഫംഗ്ഷന്റെ ഉള്ളിൽ പറ ഇൻപുട്ട് ഫംഗ്ഷൻ ആൻഡ് സേ എൻറ്റർ റെഡ് വാല്യൂ. റെഡ് റേഷ്യോ ആക്സെപ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ഗ്രീൻ, ഇൻറ്റ് ഓഫ് ഇൻപുട്ട് പറ എൻറ്റർ green value, very good. Then after that blue, അതൊരു ഇൻറ്റിജർ അല്ലേ? int of input you say enter blue value, very good. അതിൽ നിന്ന് ഒരു ടപ്പിൾ ജനറേറ്റ് ചെയ്യണ്ടേ? ആ ടപ്പിൾ അല്ലേ അതിനോട് കൈമാറേണ്ടത്. ഒരു കാര്യം ചെയ്യാം, പുഷിന് വിളിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ആർഗ്യുമെന്റ് വീണ്ടും പാരാന്തസിന്റെ ഉള്ളിൽ ഈ 4 വേരിയബിൾസ് പാസ് ചെയ്തൂടെ? അല്ലേ? അങ്ങനെ ഡയറക്ട്ലി ചെയ്തൂടെ? അതിന് വേണ്ടി ഒരു വേരിയബിൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെലവാക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ റെഡ്, പറ ഗ്രീൻ ബ്ലൂ. ഇത് ഫസ്റ്റ് ആർഗ്യുമെന്റ്. വാട്ട് ഷുഡ് ബി ദ സെക്കൻഡ് ആർഗ്യുമെന്റ്? കളർ സ്റ്റാക്ക് അല്ലേ? സ്റ്റാക്ക് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി. ദാറ്റ്സ് ഇറ്റ്. മൈ പുഷ് ഈസ് ഫിനിഷ്ഡ്. വാട്ട് ഷുഡ് ബി ദ പോപ്പ്? പോപ്പിന് വിളിക്കുമ്പോൾ എന്താണ് ആർഗ്യുമെന്റ്? സ്റ്റാക്ക് വേരിയബിൾ കളർ സ്റ്റാക്ക് അല്ലേ? നെക്സ്റ്റ് ഈസ് എംപ്റ്റി. ഇതിനെന്തെങ്കിലും ആർഗ്യുമെന്റ് ഉണ്ടോടാ? എടാ ഈസ് എംപ്റ്റി. യെസ്, ആർഗ്യുമെന്റ് ഉണ്ട്. എന്താണത്? സ്റ്റാക്ക് അല്ലേ? സ്റ്റാക്കിന്റെ വേരിയബിൾ പേരെന്താണ്? കളർ സ്റ്റാക്ക്. കഴിഞ്ഞു. പക്ഷേ ഈസ് എംപ്റ്റി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഫൈനലി നമുക്കൊരു വാല്യൂ റിട്ടേൺ ചെയ്യും. ഇഫ് ദ സ്റ്റാക്ക് ഈസ് എംപ്റ്റി ഇറ്റ് വിൽ റിട്ടേൺ ട്രൂ ഓർ ഫാൾസ്? ഒന്ന് വായിച്ചു നോക്ക്. ഇഫ് ദ സ്റ്റാക്ക് ഈസ് എംപ്റ്റി ദ ഫംഗ്ഷൻ ഷുഡ് റിട്ടേൺ ട്രൂ, അതർവൈസ് ഇറ്റ് ഷുഡ് റിട്ടേൺ false. It's okay. നമുക്ക് നോക്കാം അതിന്റെ ബോഡി. ഇനി മെയിൻ ബ്ലോക്ക് ഈസ് ഫിനിഷ്ഡ്. Now above main block how many functions I have to define? 3 functions. Def para push, and what should be that? It should be a tuple variable x comma മനസ്സിലായോ? C stack. അവിടെ പേര് ഷോർട്ട് കട്ട് ചെയ്തു. ഇവിടെ ടപ്പിൾ ആയതുകൊണ്ട് എടാ ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്താണ്? ടപ്പിൾ അല്ലേ? ടപ്പിൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ വിളിച്ചേൽപ്പിക്കുമ്പോൾ യൂസർ ഡിഫൈൻ ഫംഗ്ഷനെ ടപ്പിൾ വേരിയബിൾ ആണോ കൈമാറുക? ടപ്പിൾ വേരിയബിളിന്റെ വാല്യൂസ് ആണോ? വാല്യൂസ് അല്ലേ? അതൊക്കെ നമ്മൾ ഏത് വേരിയബിളിലേക്ക് ക്യാപ്ചർ ചെയ്യുന്നു? എക്സ് എന്ന് പറയുന്ന വേറെ ഒരു ടപ്പിൾ വേരിയബിളിലേക്ക് ക്യാപ്ചർ ചെയ്യുന്നു. ആ ടപ്പിളിൽ അയക്കുന്ന സമയത്ത് ആക്ച്വൽ ആർഗ്യുമെന്റിൽ എത്ര എലിമെന്റ്സ് ഉണ്ടായിരുന്നു? 4 എലിമെന്റ്സ് അല്ലേ? അതൊക്കെ ടപ്പിൾ ഫോർമാറ്റിൽ എക്സ് വേരിയബിളിന്റെ ഉള്ളിൽ ഗ്യാദർ ചെയ്തു. ഓക്കെ, നൗ വാട്ട് ഷുഡ് ബി ഇറ്റ്സ് ബോഡി? ആ ടപ്പിൾ കൊണ്ടുപോയി സ്റ്റാക്കിൽ പുഷ് ചെയ്യണ്ടേ? ടോപ്പസ്റ്റ് ആയിട്ട്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി സ്റ്റാക്ക് വേരിയബിൾ? CLR സ്റ്റാക്ക് ഡോട്ട്. ഇവിടെ യാതൊരു കണ്ടീഷൻ ഇല്ല. കിട്ടുന്ന ടപ്പിൾ കൊണ്ടുപോയി കയ്യോടെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാക്കിലേക്ക്
പുഷ് ചെയ്യണം. അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നോ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നോ, ഇവിടെ ഒരു കണ്ടീഷൻ വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. കിട്ടുന്ന ടപ്പിൾ കണ്ണടച്ച് കൊണ്ടുപോയി നമ്മൾ എവിടെ പുഷ് ചെയ്യാം? സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. സോ append what should be the argument? X. കഴിഞ്ഞു. def pop what should be the argument? C stack അല്ലേ? എന്താ ചെയ്യേണ്ടത്? പോപ്പ് ഒരു ടോപ്പസ്റ്റ് മാത്രമേ പോപ്പ് ഔട്ട് ചെയ്ത് കളയാൻ പാടുള്ളൂ അല്ലേ? എന്താ ബോഡി പറ? if C stack. What is the meaning of if C stack? Length of that C stack is not equal to, then you can pop out. Print para C stack dot pop. Have you understood? അതിന്റെ else എന്താടാ പറ? പോപ്പിലെ എന്താ ചോദിച്ചത്? പോപ്പിലെ എന്താ ചോദിച്ചത്? The stack is already empty. The function should display underflow. അതിന്റെ else എന്താ കൊടുക്കേണ്ടത്? Print. Very good. Underflow. It's okay. കൊടുത്തു. ആ ഫംഗ്ഷൻ കഴിഞ്ഞു. Now let me go for defining is empty with one argument. That should be your stack variable. It's okay. എന്താണ് ഇതിന്റെ ബോഡി? സ്റ്റാക്ക് എംപ്റ്റി ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യാം അല്ലേ? അല്ലേ? if C stack, what is the meaning of C stack? Length is not equal to 0, return false അല്ലേ? else എന്താടാ? return true. അതെന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ ക്യാപ്ചർ ചെയ്യണ്ടേ? എടാ മെയിൻ ബ്ലോക്കിൽ ക്യാപ്ചർ ചെയ്യണ്ടേ? ക്യാപ്ചർ ചെയ്തിട്ട് കാര്യമില്ലല്ലേ? എന്തെങ്കിലും ആയിക്കോട്ടെ, y ഈക്വൽ ടു ക്യാപ്ചർ ചെയ്തത് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ല. സംടൈംസ് വാട്ട് എവർ ക്വസ്റ്റ്യൻസ് ദേ ആർ ആസ്കിംഗ് ഇൻ ദ ബോർഡ് എക്സാമിനേഷൻ, ദേ ആർ നോട്ട് പ്രൊഫഷണലിസ്റ്റിക്. എന്തോ ഒരു എറർസ് വരുമോ ചില സമയങ്ങൾ അറിയോ? ഓരോ കൊല്ലവും ഒരു എറർ അല്ലെങ്കിലും ഉണ്ടാവും. അങ്ങനെയാണ് പേപ്പർ സെറ്റ് ചെയ്യുന്നത്. സത്യത്തിൽ ഈസ് എംപ്റ്റി നോക്കുന്നു, സ്റ്റാക്ക് എംപ്റ്റി ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫാൾസ്. ഇവിടെ ആ കോൺടെക്സ്റ്റ് എന്ത് പ്രയോജനമുണ്ട്? അതുകൊണ്ട് പ്രാക്ടിക്കലി വാട്ട് ഈസ് ദ യൂസ്? നിങ്ങൾ കൊണ്ട് കുറച്ച് വെള്ളം കുടിപ്പിക്കുന്നതല്ലാതെ വേറെ എന്തെങ്കിലും അവർക്ക് ഉദ്ദേശമുണ്ടോ? ഇല്ല. ഇവിടെ വെച്ച് നമുക്ക് വിടാം കേട്ടോ. ദെൻ ലെറ്റ് മീ എക്സിക്യൂട്ട് ദ പ്രോഗ്രാം. ഇഫ് നോ എറർസ് maybe അത് എക്സിക്യൂട്ട് ആവും. സോ ലെറ്റ് മീ സേവ് ദിസ് ആസ് stack7.py. എന്താണ് ഫയൽ ലൂപ്പ്? നിങ്ങൾക്ക് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. എൻ്റർ കളർ നെയിം പറയടാ. മജന്ത, റെഡ് 100 പിക്സൽസ്, ഗ്രീൻ 200, ബ്ലൂ 300 മിക്സ് ചെയ്യുമ്പോൾ കണ്ടോടാ, ഒരെണ്ണം പുഷായി ഒരെണ്ണം പോപ്പായി. റൈറ്റ്?